കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോ പണക്കാരൻ എന്നും പണക്കാരനായി തന്നെ ഇരിക്കുന്നതിൻ്റെ കാരണവും പാവപ്പെട്ടവൻ വീണ്ടും വീണ്ടും പാവപ്പെട്ടവനായി പോകുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചായിരുന്നു. അതിനടിയിൽ വന്ന കൂടുതൽ കമൻസും ഈ പണം മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയായിരുന്നു. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ? 11/11/2025. ന്യൂമറോളജി പ്രകാരം നോക്കുകയാണെങ്കിൽ 11/11 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഗേറ്റ് വേ ഓഫ് മാനിഫെസ്റ്റേഷൻ ഡേ ആണ്. ഡേ ആൻഡ് ടൈം 11/11 AM കഴിഞ്ഞു. ഇനി ഒരു ഓപ്ഷൻ കൂടിയുണ്ട് 11/11 PM. ഈ ഒരു സമയത്ത് നമ്മൾ എത്ര സ്ട്രോങ് ആയ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ അത് നമ്മളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അത് ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ആൾറെഡി ഉള്ളതായിട്ട് ചിന്തിക്കുക. ഒരു 3 വട്ടം ഒരു പേപ്പറിൽ ഇന്ന് 11/11 PM എഴുതി വയ്ക്കുക. 3 വട്ടം വളരെ കൃത്യമായി എഴുതി വെച്ചാൽ നമ്മൾ ആഗ്രഹം ഇന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു സ്ട്രോങ് ബിലീഫ്, സ്ട്രോങ് ചിന്ത ഇന്ന് സത്യസന്ധമായി പറയുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാവുന്നതിന് ഏറ്റവും ബെസ്റ്റ് ഡേ, അതായത് ഗേറ്റ് വേ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ടുഡേ 11/11 PM ആണ്. AM കഴിഞ്ഞുപോയി. 11/11/2025 ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 13 വരും. 13 എന്ന് പറയുമ്പോൾ 3 + 1 4. 4 എന്ന് പറയുന്നത് തന്നെ ഒരു സാധ്യതയുടെ ദിവസമാണ്. സാധ്യതയുടെ വാതിൽ തുറക്കപ്പെടും എന്നാണ് ഈ 4ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ന്യൂമറോളജി പ്രകാരം 4 ആശ്രയത്തിൻ്റെയും സാധ്യതയുടെയും നമ്പറാണ് 4 തീർച്ചയായും. അപ്പോൾ ഈ ദിവസത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഇന്നത്തെ 11 നവംബർ 11 2025 പ്രത്യേകതയാണ്. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന 4 എന്ന് പറയുന്ന സംഖ്യ. 11/11 എന്ന് പറയുന്നത് ഒരു ടൈം ലൈൻ പോലെയാണ്. നമുക്കിന്ന് അതിനുമായിട്ട് എന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അത് നമ്മളിലേക്ക് എത്തിച്ചേരും. അതായത് ഓപ്പൺ ഡോർ പോലെ ഒരു ഡോർ ഓപ്പൺ ആയിരിക്കുന്നു എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതിലേക്ക് നമ്മൾ കയറുക, ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ആക്കുക, ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകരുത്. ഇന്ന് അതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു ദിവസമാണ്. ഇനിയും നമുക്ക് സമയമുണ്ട്. 11/11/2025 12 മണി വരെ സമയമുണ്ട്. തീർച്ചയായും ഞാനും ഇതേ പ്ലാനിലാണുള്ളത്. കാലത്തെ ഞാൻ കുറച്ച് മാനിഫെസ്റ്റ് ചെയ്തു എങ്കിലും ഇനിയിപ്പോൾ ഞാനും അറിയിക്കാം ഞാൻ ചിന്തിച്ചത് എത്രത്തോളം ഫലവത്തായി എന്നുള്ളത് ഞാൻ പറയാം. അതുപോലെ നിങ്ങളും ചിന്തിക്കൂ, നിങ്ങളും എഴുതി വയ്ക്കൂ ഈ 11/11 PM. എന്നിട്ട് പറയണേ എത്രത്തോളം നിങ്ങൾക്കത് എത്രത്തോളം ഫലം കണ്ടു എന്നുള്ളത്. മനസ്സിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ചിന്തിക്കണം. ഭയം പാടില്ല. ഭയമാണെന്ന് നമ്മുടെ മനസ്സിലുള്ളെങ്കിൽ നമുക്ക് തീർത്തും അതിലേക്ക് തന്നെ നമ്മളെ വീണ്ടും കൊണ്ടുപോകും. അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഇന്നത്തെ ദിവസത്തെ ഇനിയുള്ള സമയം കാണും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.